ഇപ്പോൾ ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ RSSന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. RSSന്റെ കൂടി വോട്ട് കിട്ടിയിട്ട് 977 ജയിച്ച് അസംബ്ലിയിൽ വന്ന MLA അല്ലായിരുന്നു നിങ്ങൾ ഒരുമിച്ച് RSS നേതാക്കന്മാരുമായി ഒരുമിച്ച് വേദി പങ്കിട്ടിരുന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കണം, ഏത് ചെകുത്താനുമായി കൂട്ടുകൂടി കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ചൊരു വേദി പങ്കിട്ട് RSS നേതാക്കന്മാർ കൂടി വന്ന് ശ്രീ പിണറായി വിജയനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിന്നുകൊണ്ട് 77 RSSന്റെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയി വന്നാണല്ലോ നിങ്ങൾ. എന്നിട്ട് ഞങ്ങളോട് പറയാ, ഇവിടെ ഒരു UDF-കാരനും ഒരു കോൺഗ്രസ്സുകാരനും ഒരു RSS-കാരന്റെയും വോട്ട് കിട്ടി ഇവിടെ ജയിച്ചു വന്നിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോ പറയുമ്പോൾ ഇതെല്ലാം നോക്കണം.